എല്ലാ കണ്ണുകളും ബംഗ്ലാദേശിലേക്കാണ് ഉറ്റുനോക്കുന്നത്. രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയുടെ രാജിയിൽ വരെ കലാപം കൊണ്ടെത്തി നിൽക്കുമ്പോൾ കലാപത്തിന്റെ ആഴം എത്രത്തോളമാണെന്ന് ചിന്തിച്ചു നോക്കൂ. കത്തിച്ചും ചോര തെറിപ്പിച്ചും വാളുവീശിയും കലാപം അതിന്റെ കൊടുമ്പിരിയിൽ എത്തി നിൽക്കുന്നു. ഇതാ ബംഗ്ലാദേശിൽ തുടരുന്ന ആഭ്യന്തര കലാപത്തിൽ മുൻ ബംഗ്ലാദേശ് ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ മഷ്റാഫെ മർത്താസയുടെ വീടിന് തീവെച്ചിരിക്കുന്നു പ്രക്ഷോഭകാരികൾ. നരാലി ജില്ലയുടെ അദ്ദേഹത്തിന്റെ വീട്ടിലാണ് അഗ്നിക്കിരയാക്കിയത്. ഭരണകക്ഷിയായ അവാമി ലീഗ് പാർട്ടിയുടെ MP കൂടിയാണ് മർത്താസെ. സംഭവം നടക്കുമ്പോൾ മർത്താസ സ്ഥലത്തില്ലായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. ഇതോടെയാണ് പ്രക്ഷോഭകാരികൾ അദ്ദേഹത്തിന്റെ വീടിന് നേരെ തിരിഞ്ഞതും. ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടമുണ്ടെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. സംഭവത്തിന്റെ ചിത്രങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ബംഗ്ലാദേശിനെ 117 മത്സരങ്ങളിൽ നയിച്ച താരമാണ് മർത്താസെ. ബംഗ്ലാദേശിനെ ഏറ്റവും അധികം മത്സരങ്ങളിൽ നയിച്ച ക്യാപ്റ്റൻ എന്ന റെക്കോർഡും മർത്താസയുടെ പേരിലുണ്ട്. ബംഗ്ലാദേശ് ദേശീയ ടീമിനായി 36 ടെസ്റ്റും 220 ഏകദിനങ്ങളും 54 T20യും കളിച്ച അദ്ദേഹം 390 വിക്കറ്റുകളും 2955 റൺസും സ്വന്തമാക്കിയിട്ടുണ്ട്. 2018-ൽ അദ്ദേഹം ക്രിക്കറ്റിനോട് വിട പറഞ്ഞു. പിന്നീട് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുകയായിരുന്നു. മഷ്റാഫയുടെ വീട് മാത്രമല്ല, അവാമി ലീഗ് പാർട്ടിയുടെ ജില്ലാ ആസ്ഥാനവും ജില്ലാ പ്രസിഡന്റ് സുഭാഷ് ചന്ദ്രബോസിന്റെ വീടും ഇത്തരത്തിൽ അഗ്നിക്കിരയാക്കിയിട്ടുണ്ട്. സർക്കാർ ജോലികളിലേക്കുള്ള കോട്ട സമ്പ്രദായം അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് വിദ്യാർത്ഥികൾ നടത്തിയ പ്രക്ഷോഭമായിരുന്നു ആഭ്യന്തര കലാപത്തിലേക്ക് വഴിമാറിയത്. ഇതിനു പിന്നാലെ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന രാജിവെക്കുകയും ചെയ്തിരുന്നു. വിദ്യാർത്ഥി സമരം ജനകീയ പ്രക്ഷോഭമായി കത്തിയാളിയപ്പോഴായിരുന്നു ബംഗ്ലാദേശിൽ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന രാജിവെച്ച് രാജ്യം വിട്ടത്. പ്രധാനമന്ത്രിയുടെ രാജിയും സംവരണ പരിഷ്കരണ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട സമീപകാല ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടവർക്ക് നീതിയും ആവശ്യപ്പെട്ടുകൊണ്ട് വിവേചന വിരുദ്ധ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ തിങ്കളാഴ്ച നടത്തിയ മാർച്ച് ടു ധാക്കയായിരുന്നു വൻ കലാപമായി മാറിയത്. മാർച്ചിനെ നേരിടാൻ സർക്കാർ വൻ സുരക്ഷാ സന്നാഹങ്ങൾ ഒരുക്കിയെങ്കിലും മൊബൈൽ ഇന്റർനെറ്റ് അടക്കമുള്ളവ വിച്ഛേദിക്കുകയും ചെയ്തിരുന്നു. അനിശ്ചിതകാല കർഫ്യൂവും പ്രഖ്യാപിച്ചിരുന്നു. രാവിലെ 10-ന് ധാക്ക സെൻട്രൽ ഷൈഖ് മിനാറിൽ ഒത്തുകൂടിയ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ മാർച്ച് ആരംഭിക്കുകയും ഗ്രനേഡുകളും കണ്ണീർ വാതക ഷെല്ലുകളും പോലീസിന്റെ നേരെ ഇട്ടു. ഉച്ചയ്ക്ക് 12:30-യോടെ പ്രക്ഷോഭകാരികൾ പ്രധാന റോഡ് ഉപരോധിച്ചു. പോലീസ് ഗ്രനേഡ് എറിഞ്ഞതിനെ തുടർന്ന് സമരക്കാർ ഇടറോഡുകളിലേക്ക് കടന്നു. ജത്രഭാരിയിൽ നടന്ന വെടിവെപ്പിൽ 3 പേര് കൊല്ലപ്പെട്ടു. ഞായർ തിങ്കൾ ദിവസങ്ങളിലായി നടന്ന പ്രക്ഷോഭത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 100 കവിഞ്ഞു. ഇതിനിടെ കരസേന മേധാവി ജനറൽ വാക്കിർ ഉസ്മാൻ വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളുമായി സൈനിക ആസ്ഥാനത്ത് കൂടിക്കാഴ്ച നടത്തി. പ്രക്ഷോഭം രൂക്ഷമായി തുടരുന്നതിനിടെ 2:30-യോടെ ഷെയ്ഖ് ഹസീനയും സഹോദരിയും വ്യോമസേന ഹെലികോപ്റ്ററിൽ രാജ്യം വിട്ടു. പിന്നാലെ ഘടഭവനിൽ കടന്നുകൂടിയ പ്രക്ഷോഭകർ ഫർണിച്ചർ അടക്കമുള്ള സാധനങ്ങൾ കൊള്ളയടിച്ചു. ആഭ്യന്തരമന്ത്രി അസ്ദുമാൻ ഖാൻ കമാലിന്റെ വസതിയിൽ അതിക്രമിച്ചു കയറി തീയിട്ടു. ചീഫ് ജസ്റ്റിസിന്റെ വസതിയിലും പാർലമെന്റ് മന്ദിരത്തിലും കടന്നു കയറി സാധനങ്ങൾ കവർന്നു. അവാമി ലീഗിന്റെ ധാക്ക ജില്ലാ ഓഫീസ്, ഷെയ്ഖ് മുജ്റുബാൻ സ്മാരക മ്യൂസിയം എന്നിവ അഗ്നിക്കിരയാക്കി. ഷജ്ലാൽ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ പ്രവർത്തനം 6 മണിക്കൂർ നിർത്തിവെച്ചു. വിദ്യാർത്ഥി പ്രതിനിധികളുമായി ചർച്ച നടത്തുമെന്ന് സൈനിക മേധാവി അറിയിച്ചു കഴിഞ്ഞു. ബംഗ്ലാദേശിന്റെ 1971-ലെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത വിമുക്ത ഭടന്മാരുടെ ബന്ധുക്കൾക്ക് സർക്കാർ ജോലിയുടെ 30% സംവരണം ചെയ്ത വിവാദ കോട്ട സമ്പ്രദായം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുള്ള പ്രക്ഷോഭത്തിന് തുടർച്ചയാണ് കലാപമായി മാറിയത്. സുപ്രീം കോടതി ഇടപെട്ട് സംവരണ കോട്ട റദ്ദാക്കിയെങ്കിലും തുടർച്ചയ്ക്കുള്ള ഷെയ്ഖ് ഹസീനയുടെ ക്ഷണം പ്രതിഷേധക്കാർ നിരാകരിക്കുകയും സർക്കാരിന്റെ രാജിക്കായി ഒന്നിച്ച് രംഗത്തിറങ്ങുകയുമായിരുന്നു.